ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഡിസംബർ 15 സൈമൺ സെല്ലൻ ജോൺസ് സംവിധാനം ചെയ്ത് ആപ്പിൾ TV വഴി ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്ത ഒരു ഹോളിവുഡ് ചിത്രമാണ് ദി ഫാമിലി പ്ലാൻ എന്നുള്ള ചിത്രം. ചിത്രം കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചിത്രത്തിൻ്റെ കഥയ്ക്ക് ഒരു പുതുമയൊന്നുമില്ല. നമ്മുടെ ഹിസ്റ്ററി ഓഫ് വയലൻസ് ലിയോയുടെ അതേ സെയിം കഥയാണ്. പക്ഷേ നമ്മുടെ നായകൻ ഇതിലൊരു സീക്രട്ട് ഏജൻറ്റ് അസാസിനായിരുന്നു. തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് വർഷം തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കുകയായിരുന്നു. ഒരു ദിവസം തൻ്റെ ഫാമിലിയോടൊത്ത് പുറത്തിറങ്ങുകയും തൻ്റെ ഫോട്ടോ അബദ്ധത്തിനല്ല മനഃപൂർവ്വം ഒരാളങ്ങ് ലീക്ക് ചെയ്യുകയും പിന്നീട് തൻ്റെ കുടുംബത്തെ ഒരു ഗ്യാങ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന കഥകളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ്റെ ഒളിച്ചു വെച്ച കഴിവുകളെല്ലാം പുറത്തു വരികയാണ്. അദ്ദേഹം അവരെ ഡിഫൻസ് എല്ലാം ചെയ്യുന്ന കഥയൊക്കെയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. തൻ്റെ ഫാമിലിക്ക് ആപത്ത് വരാതിരിക്കാൻ വേണ്ടി ലാസ് വെഗാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് അങ്ങനെ പോവുകയും സ്റ്റേറ്റല്ല ഒരു പ്ലേസിലോട്ട് പോവുകയും അങ്ങനെ ഒരു ട്രിപ്പ് പോലെയാണ് ചെയ്യുന്നത്. തൻ്റെ ഫാമിലിയെ തെറ്റിദ്ധരിപ്പിച്ച ട്രിപ്പ് പോലെ സെറ്റ് ചെയ്യുകയാണ് തൻ്റെ ഫാമിലി അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ സിനിമയുടെ കഥയെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ആക്ടർ മാർക്ക് വെൽബാർക്ക് എന്നുള്ള ആക്ടർ കിടിലം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളായാലും ആ ഫാമിലി എല്ലാം കിടിലുമാണ്. കാരണം ആ 3 കൊച്ചുങ്ങളായാലും ഗംഭീരമായിട്ട് അഭിനയിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഭാര്യയായാലും നല്ല വൃത്തി കോമഡികൾ നല്ല വർക്കൗട്ട് ആവുന്ന ഒരു സ്പൈ അസാസിൻ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ട്രിപ്പ് പോലെയാണ് അവർ. കാരണം ഓരോ ഇപ്പം ചേസിങ് ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ അത്ര വലിയ ഗംഭീരമില്ലെങ്കിലും ഒരു ഡീസൻറ്റ് സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്പൈ അസാസിൻ ചിത്രം. അത്ര എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ TV വഴി സിനിമ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ലാത്തവർക്ക് നമുക്ക് ഗ്രാമത്തിലോട്ട് പോകാൻ ടെലിഗ്രാമിലും അവൈലബിൾ ആണ്. എവിടെ നിന്ന് വേണം സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ സിനിമ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ദി ഫാമിലി പ്ലാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ കയറി കാണുകയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. ഒരാളുടെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാൾക്ക്. അതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.